ഡിയർ വ്യൂവേഴ്സ്, ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൻ്റെ MCQ ക്വസ്റ്റ്യൻസ് ആണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഇതിന് മുമ്പൊരു വീഡിയോ ചെയ്തിരുന്നു. ഇത് പാർട്ട് 2 ആയിട്ടാണ് അപ്ലോഡ് ചെയ്യുന്നത്. ആദ്യത്തെ വീഡിയോയിൽ 25 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ഈ വീഡിയോയിലും 25 ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. വീഡിയോ ഉപകാരപ്രദമാണ് എന്ന് തോന്നിയാൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. നമുക്ക് നോക്കാം. നെയിം ദി ഡിവിഡൻഡ് പ്രോമിസ് ടു പേ ദ ഷെയർ ഹോൾഡേഴ്സ് അറ്റ് എ ഫ്യൂച്ചർ ഡേറ്റ്. ക്വസ്റ്റ്യൻ ഒരിക്കൽ കൂടി. നെയിം ദി ഡിവിഡൻഡ് പ്രോമിസ് ടു പേ ദി ഷെയർ ഹോൾഡേഴ്സ് അറ്റ് എ ഫ്യൂച്ചർ ഡേറ്റ്. ഓപ്ഷൻസ് നോക്കാം. എ ക്യാഷ് ഡിവിഡൻഡ്, ബി സ്ക്രിപ്പ് ഡിവിഡൻഡ്, സി പ്രോപ്പർട്ടി ഡിവിഡൻഡ്, ഡി സ്റ്റോക്ക് ഡിവിഡൻഡ്. ആൻസർ നോക്കാം. സ്ക്രിപ്പ് ഡിവിഡൻഡ്. ഡിവിഡൻഡ് പ്രോമിസ് ടു പേ ദി ഷെയർ ഹോൾഡേഴ്സ് അറ്റ് എ ഫ്യൂച്ചർ ഡേറ്റ് ഈസ് കോൾഡ് എ സ്ക്രിപ്പ് ഡിവിഡൻഡ്. അടുത്ത ക്വസ്റ്റ്യൻ. നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ സിഗ്നിഫൈസ്. ഓപ്ഷൻസ് നോക്കാം. ഓപ്പറേഷണൽ പ്രോഫിറ്റബിലിറ്റി, ലിക്വിഡിറ്റി പൊസിഷൻ, ലോങ് ടേം സോൾവൻസി, നൺ ഓഫ് ദിസ്. ക്വസ്റ്റ്യൻ ഇതായിരുന്നു. നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ സിഗ്നിഫൈസ്. ഉത്തരം ഓപ്പറേഷണൽ പ്രോഫിറ്റബിലിറ്റി. നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ സിഗ്നിഫൈസ് ഓപ്പറേഷണൽ പ്രോഫിറ്റബിലിറ്റി. അടുത്ത ക്വസ്റ്റ്യൻ. ഏണിംഗ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് EBIT ഈസ് യൂഷ്വലി ദി സെയിം തിങ് ആസ്. ഓപ്ഷൻസ് നോക്കാം. ഫണ്ട് പ്രൊവൈഡഡ് ബൈ ഓപ്പറേഷൻസ്, ബി ഏണിംഗ് ബിഫോർ ടാക്സ്, സി നെറ്റ് ഇൻകം, ഡി ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്. EBIT എന്താണ്? ഏണിംഗ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് ആണ്. EBIT ഈസ് യൂഷ്വലി ദി സെയിം തിങ് ആസ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്. EBIT ഈസ് യൂഷ്വലി ദി സെയിം തിങ് ആസ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്. The question, which of the following is a risk factor in capital budgeting? Question ഒരിക്കൽ കൂടി. Which of the following is a risk factor in capital budgeting? Options നോക്കാം. A industry specific risk, B competition risk, C project specific risk, D all of the above. Options ഒരിക്കൽ കൂടി. Industry specific risk, competition risk, project specific risk, all of the above. ഉത്തരം all of the above. Risk factor in capital budgeting include industry specific risk, competition risk, project specific risk, etc. The question നോക്കാം. The market value of the firm is result of. Options നോക്കാം. A dividend decision, B working capital decision, C capital budgeting decision, D trade off between risk and return. ക്വസ്റ്റ്യൻ ഇതായിരുന്നു. മാർക്കറ്റ് വാല്യൂ ഓഫ് ദി ഫേം ഈസ് റിസൾട്ട് ഓഫ്. ട്രേഡ് ഓഫ് ബിറ്റ്വീൻ റിസ്ക് ആൻഡ് റിട്ടേൺ. ദി മാർക്കറ്റ് വാല്യൂ ഓഫ് എ ഫേം ഈസ് റിസൾട്ട് ഓഫ് ട്രേഡ് ഓഫ് ബിറ്റ്വീൻ റിസ്ക് ആൻഡ് റിട്ടേൺ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ റിക്വയർ ടാക്സ് അഡ്ജസ്റ്റ്മെൻറ്റ്. ഓപ്ഷൻസ് നോക്കാം. കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ഷെയർസ്, ബി കോസ്റ്റ് ഓഫ് പ്രിഫറൻസ് ഷെയർസ്, സി കോസ്റ്റ് ഓഫ് ഡിബഞ്ചർ, ഡി കോസ്റ്റ് ഓഫ് റീറ്റെയിൻഡ് ഏർണിംഗ്. ആൻസർ നോക്കാം. കോസ്റ്റ് ഓഫ് ഡിബഞ്ചർ. വിച്ച് ഓഫ് ദി ഫോളോയിങ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ റിക്വയർ ടാക്സ് അഡ്ജസ്റ്റ്മെൻറ്റ്. കോസ്റ്റ് ഓഫ് ഡിബഞ്ചർ റിക്വയർ ടാക്സ് അഡ്ജസ്റ്റ്മെൻറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ബേസിക് ഒബ്ജക്റ്റീവ് ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ഈസ്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ബേസിക് ഒബ്ജക്റ്റീവ് ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ഈസ്. ഓപ്ഷൻസ് നോക്കാം. എ മാക്സിമൈസേഷൻ ഓഫ് പ്രോഫിറ്റ്, B maximization of shareholders wealth, C ensuring financial discipline in the firm, D all of the above. Question. Objective of financial management. Sir, maximization of shareholders wealth. Maximization of shareholders wealth is the main objective of financial management. The question. In Walter model formula, D stands for. ക്വസ്റ്റ്യൻ ഒരിക്കൽ കൂടി. ഇൻ വാൾട്ടർ മോഡൽ ഫോർമുല ഡി സ്റ്റാൻഡ്സ് ഫോർ. ഓപ്ഷൻസ് നോക്കാം. എ ഡിവിഡൻഡ് പെർ ഷെയർ, ബി ഡെപ്റ്റ്, സി ഡയറക്റ്റ് ഏർണിംഗ്, ഡി നൺ ഓഫ് ദീസ്. ഒരിക്കൽ കൂടി. എ ഡിവിഡൻഡ് പെർ ഷെയർ, ബി ഡെപ്റ്റ്, സി ഡയറക്റ്റ് ഏർണിംഗ്, ഡി നൺ ഓഫ് ദീസ്. ഉത്തരം ഡിവിഡൻഡ് പെർ ഷെയർ. ഇൻ വാൾട്ടർ മോഡൽ ഫോർമുല ഡി സ്റ്റാൻഡ്സ് ഫോർ ഡിവിഡൻഡ് പെർ ഷെയർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഈസ് ദ മോസ്റ്റ് എക്സ്പെൻസീവ് സോഴ്സസ് ഓഫ് ഫണ്ട്. ക്വസ്റ്റ്യൻ ഒരിക്കൽ കൂടി. വിച്ച് ഈസ് ദ മോസ്റ്റ് എക്സ്പെൻസീവ് സോഴ്സസ് ഓഫ് ഫണ്ട്. ഓപ്ഷൻസ് നോക്കാം. എ ന്യൂ ഇക്വിറ്റി ഷെയർസ്, ബി ന്യൂ പ്രിഫറൻസ് ഷെയർസ്, സി ന്യൂ ഡെപ്റ്റ്, ഡി റീറ്റെയിൻഡ് ഏർണിങ്സ്.
ഒരിക്കൽ കൂടി ഓപ്ഷൻസ് എ ഇക്വിറ്റി ഷെയർ, ബി ന്യൂ പ്രിഫറൻസ് ഷെയർ, സി ന്യൂ ഡെപ്റ്റ്, ഡി റീറ്റെയിൻഡ് ഏണിങ്സ്. ഉത്തരം ന്യൂ ഇക്വിറ്റി ഷെയർസ്. മോസ്റ്റ് എക്സ്പെൻസീവ് സോഴ്സസ് ഓഫ് ഫണ്ട് ആയിരുന്നു ക്വസ്റ്റ്യൻ ന്യൂ ഇക്വിറ്റി ഷെയർസ്. അടുത്ത ക്വസ്റ്റ്യൻ വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ഈസ് റെലവൻസ് തിയറി? എ ഗോർഡൻ, ബി വാൾട്ടർ, സി റെസിഡ്യൂവൽ, ഡി ബോത്ത് എ ആൻഡ് ബി. ഒന്നുകൂടി ഓപ്ഷൻസ് നോക്കാം. എ ഗോർഡൻ, ബി വാൾട്ടർ, സി റെസിഡ്യൂവൽ, ഡി ബോത്ത് എ ആൻഡ് ബി. ക്വസ്റ്റ്യൻ ഇതായിരുന്നു വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ഈസ് റെലവൻസ് തിയറി. ഉത്തരം ഗോർഡൻ, വാൾട്ടർ ആൻഡ് റെസിഡ്യൂവൽ ആർ ഇർറെലവൻസ് തിയറി. ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ട്രൂ? ഓപ്ഷൻസ് നോക്കാം. എ റീറ്റെയിൻഡ് ഏണിങ്സ് ആർ കോസ്റ്റ് ഫ്രീ, ബി എക്സ്റ്റേണൽ ഇക്വിറ്റി ഈസ് ചീപ്പർ ദാൻ ഇൻറ്റേർണൽ ഇക്വിറ്റി, സി റീറ്റെയിൻഡ് ഏണിങ്സ് ആർ ചീപ്പർ ദാൻ എക്സ്റ്റേണൽ ഇക്വിറ്റി, ഡി റീറ്റെയിൻഡ് ഏണിങ്സ് ആർ കോസ്റ്റ്ലിയർ ദാൻ എക്സ്റ്റേണൽ ഇക്വിറ്റി. ഓപ്ഷൻസ് ശ്രദ്ധിച്ച് വായിക്കണം. ഒന്നുകൂടി പറയാം. എ റീറ്റെയിൻഡ് ഏണിങ്സ് ആർ കോസ്റ്റ് ഫ്രീ, ബി എക്സ്റ്റേണൽ ഇക്വിറ്റി ഈസ് ചീപ്പർ ദാൻ ഇൻറ്റേർണൽ ഇക്വിറ്റി, സി റീറ്റെയിൻഡ് ഏണിങ്സ് ആർ ചീപ്പർ ദാൻ എക്സ്റ്റേണൽ ഇക്വിറ്റി, ഡി റീറ്റെയിൻഡ് ഏണിങ്സ് ആർ കോസ്റ്റ്ലിയർ ദാൻ എക്സ്റ്റേണൽ ഇക്വിറ്റി. ആൻസർ നോക്കാം. റീറ്റെയിൻഡ് ഏണിങ്സ് ആർ ചീപ്പർ ദാൻ എക്സ്റ്റേണൽ ഇക്വിറ്റി. മറക്കണ്ട, റീറ്റെയിൻഡ് ഏണിങ്സ് ആർ ചീപ്പർ ദാൻ എക്സ്റ്റേണൽ ഇക്വിറ്റി. ഇൻറ്റേർണൽ ഇക്വിറ്റിയും എക്സ്റ്റേണൽ ഇക്വിറ്റിയും എന്താണ് എന്ന് അറിയാൻ പാടില്ലാത്തവർക്കായിട്ട് പറയാം. ഇൻറ്റേർണൽ ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് ഇഷ്യൂ ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ റീറ്റെയിൻഡ് ഏണിങ്സും. എക്സ്റ്റേണൽ ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ നിലവിലില്ലാത്ത ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനെയാണ് സൂചിപ്പിക്കുന്നത്. ന്യൂ ഇക്വിറ്റി ഷെയർ ഇഷ്യൂ ചെയ്യുന്നതിനെയാണ്. അപ്പോൾ നോക്കുക, റീറ്റെയിൻഡ് ഏണിങ്സ് ആർ ചീപ്പർ ദാൻ എക്സ്റ്റേണൽ ഇക്വിറ്റി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. മിനിമം റേറ്റ് ഓഫ് റിട്ടേൺ ദാറ്റ് ഫേം മസ്റ്റ് ഏൺ ഇൻ ഓർഡർ ടു സാറ്റിസ്ഫൈ ഇസ് ഇൻവെസ്റ്റേഴ്സ് ഈസ് നോൺ ആസ്. ഓപ്ഷൻസ് നോക്കാം. ആവറേജ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്, ബി വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, സി നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ, ഡി ആവറേജ് കോസ്റ്റ് ഓഫ് ബോറോവിങ്. വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. മിനിമം റേറ്റ് ഓഫ് റിട്ടേൺ ദാറ്റ് ഫേം മസ്റ്റ് ഏൺ in order to satisfy its investors is known as weighted average cost of capital. അടുത്ത ക്വസ്റ്റ്യൻ. റെസിഡ്യുവൽ തിയറി ആർഗ്യൂ ദാറ്റ് ഡിവിഡൻഡ് ഈസ് എ. ക്വസ്റ്റ്യൻ ഒരിക്കൽ കൂടി. റെസിഡ്യുവൽ തിയറി ആർഗ്യൂ ദാറ്റ് ഡിവിഡൻഡ് ഈസ് എ. ഓപ്ഷൻസ് നോക്കാം. എ റെലവൻറ്റ് ഡിസിഷൻ, ബി ആക്റ്റീവ് ഡിസിഷൻ, സി പാസീവ് ഡിസിഷൻ, ഡി ഇർറെലവൻറ്റ് ഡിസിഷൻ. ഉത്തരം പാസീവ് ഡിസിഷൻ. റെസിഡ്യുവൽ തിയറി ആർഗ്യൂ ദാറ്റ് ഡിവിഡൻഡ് ഈസ് എ പാസീവ് ഡിസിഷൻ. അടുത്ത ക്വസ്റ്റ്യൻ. ഫിനാൻഷ്യൽ സ്ട്രക്ചർ റെഫേഴ്സ് ടു. ഓപ്ഷൻസ് നോക്കാം. എ ഷോർട്ട് ടൈം റിസോഴ്സസ്, ബി ഓൾ ഫിനാൻഷ്യൽ റിസോഴ്സ്, സി ലോങ് ടൈം റിസോഴ്സ്, ഡി ഓൾ ഓഫ് ദിസ്. ഉത്തരം ഓൾ ഫിനാൻഷ്യൽ റിസോഴ്സ്. ഫിനാൻഷ്യൽ സ്ട്രക്ചർ റെഫേഴ്സ് ടു ഓൾ ഫിനാൻഷ്യൽ റിസോഴ്സ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് ട്രൂ ഫോർ മോഡൽ. ക്വസ്റ്റ്യൻ ഇതാണ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് ട്രൂ ഫോർ മോഡൽ, മോഡിഗിലാനി ആൻഡ് മില്ലർ മോഡൽ. ഓപ്ഷൻസ് നോക്കാം. എ ഷെയർ പ്രൈസ് ഗോ അപ്പ് ഇഫ് ഡിവിഡൻഡ് ഈസ് പെയ്ഡ്, ബി ഷെയർ പ്രൈസ് ഗോസ് ഡൗൺ ഇഫ് ഡിവിഡൻഡ് ഈസ് നോട്ട് പെയ്ഡ്, സി market price is unaffected by dividend policy, D all of the above. ക്വസ്റ്റ്യൻ മാറിപ്പോകരുത്. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് ട്രൂ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് കൃത്യമായിട്ട് വായിച്ച് നോക്കിയതിന് ശേഷം ആൻസർ ചെയ്യണം. ഓപ്ഷൻസ് ഒന്നുകൂടി നോക്കാം. ഷെയർ പ്രൈസ് ഗോസ് അപ്പ് ഇഫ് ഡിവിഡൻഡ് ഈസ് പെയ്ഡ്, ബി ഷെയർ പ്രൈസ് ഗോസ് ഡൗൺ ഇഫ് ഡിവിഡൻഡ് ഈസ് നോട്ട് പെയ്ഡ്, C market price is unaffected by dividend policy, D all of the above. നോക്കാം. മാർക്കറ്റ് പ്രൈസ് ഈസ് അൺഅഫക്റ്റഡ് ബൈ ഡിവിഡൻഡ് പോളിസി. മാർക്കറ്റ് പ്രൈസ് ഈസ് അൺഅഫക്റ്റഡ് ബൈ ഡിവിഡൻഡ് പോളിസി ഈസ് നോട്ട് ട്രൂ ഫോർ മോഡൽ. അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദീസ് ഈസ് നോട്ട് എ പാർട്ട് ഓഫ് ക്യാപിറ്റൽ സ്ട്രക്ചർ. ഓപ്ഷൻസ്. ഇക്വിറ്റി ക്യാപിറ്റൽ, ബി ഡിബഞ്ചേഴ്സ്, സി ബോണ്ട്, ഡി കറണ്ട് അസറ്റ്.
ക്വസ്റ്റ്യൻ ഒരിക്കൽ കൂടി, വിച്ച് ഓഫ് ദിസ് ഈസ് നോട്ട് എ പാർട്ട് ഓഫ് ക്യാപിറ്റൽ സ്ട്രക്ചർ? സർ, കറണ്ട് അസറ്റ്. കറണ്ട് അസറ്റ് ഈസ് നോട്ട് എ പാർട്ട് ഓഫ് ക്യാപിറ്റൽ സ്ട്രക്ചർ. അടുത്ത ക്വസ്റ്റ്യൻ, ഗോൾഡൻ മോഡൽ ഓഫ് ഡിവിഡൻഡ് റെലവൻസ് ഈസ് സെയിം ആസ്. ഓപ്ഷൻസ് നോക്കാം. നോ ഗ്രോത്ത് മോഡൽ ഓഫ് ഇക്വിറ്റി വാലുവേഷൻ, ബി കോൺസ്റ്റൻറ്റ് ഗ്രോത്ത് മോഡൽ ഓഫ് ഇക്വിറ്റി വാലുവേഷൻ, സി പ്രൈസ് ഏർണിംഗ് റേഷ്യോ, ഡി ഇൻവേഴ്സ് ഓഫ് പ്രൈസ് ഏർണിംഗ് റേഷ്യോ. ഉത്തരം കോൺസ്റ്റൻറ്റ് ഗ്രോത്ത് മോഡൽ ഓഫ് ഇക്വിറ്റി വാലുവേഷൻ. അടുത്ത ക്വസ്റ്റ്യൻ, ഓപ്പറേറ്റിംഗ് ലിവറേജ് എറൈസ് ഓഫ്. ഓപ്ഷൻസ് നോക്കാം. എ ഫിക്സഡ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ, ബി ഫിക്സഡ് ഇൻട്രസ്റ്റ് കോസ്റ്റ്, സി വേരിയബിൾ കോസ്റ്റ്, ഡി നൺ ഓഫ് ദിസ്. ക്വസ്റ്റ്യൻ ഇതായിരുന്നു, ഓപ്പറേറ്റിംഗ് ലിവറേജ് എറൈസ് ഓഫ്. ഉത്തരം ഫിക്സഡ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. ഓപ്പറേറ്റിംഗ് ലിവറേജ് എറൈസ് ഓഫ് ഫിക്സഡ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. The question, if a company issue bonus share, the debt equity ratio. Options A remain unaffected, B will be affected, C will improve, D none of the above. Question ഇതായിരുന്നു, if a company issue bonus share, the debt equity ratio. Sir, will improve. If a company issue bonus share, the debt equity ratio will improve. The question, if tax are ignored, the approach is identical to. ഒന്നുകൂടി, if a tax are ignored, the approach is identical to. Options, NI approach, net income approach, NOI approach, net operating income approach, C traditional approach, D all of the above. Question, if tax are ignored, approach is identical to. Net income approach, NI approach. If tax are ignored, the approach is identical to net income approach. അടുത്ത question, NI and NOI approach is suggested by. അതായത് net income approach and net operating income approach is suggested by. ഓപ്ഷൻസ് നോക്കാം. FW ടൈലർ, ബി മോഡി ഗിലാനി, സി ഡേവിഡ് ഡ്യൂറൻറ്റ്, ഡി നൺ ഓഫ് ദീസ്. ഡേവിഡ് ഡ്യൂറൻറ്റ്. നെറ്റ് ഇൻകം ആൻഡ് നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം അപ്രോച്ച് സജസ്റ്റഡ് ബൈ ഡേവിഡ് ഡ്യൂറൻറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, ഡിവിഡൻഡ് ഇറലവൻസ് ആർഗ്യുമെൻറ്റ് ഓഫ് മോഡൽ ഈസ് ബേസ്ഡ് ഓൺ. ക്വസ്റ്റ്യൻ ഒരിക്കൽ കൂടി, ഡിവിഡൻഡ് ഇറലവൻസ് ആർഗ്യുമെൻറ്റ് ഓഫ് മോഡൽ ഈസ് ബേസ്ഡ് ഓൺ. ഓപ്ഷൻസ്, എ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ്, ബി ഇഷ്യൂ ഓഫ് ബോണസ് ഷെയർ, സി ആർബിട്രേജ്, ഡി ഹെഡ്ജിങ്. ഓപ്ഷൻസ് ഒന്നുകൂടി, എ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ്, ബി ഇഷ്യൂ ഓഫ് ബോണസ് ഷെയർ, സി ആർബിട്രേജ്, ഡി ഹെഡ്ജിങ്. ഉത്തരം ആർബിട്രേജ്. ഡിവിഡൻഡ് ഇറലവൻസ് ആർഗ്യുമെൻറ്റ് ഓഫ് മോഡൽ ഈസ് ബേസ്ഡ് ഓൺ ആർബിട്രേജ്. അടുത്ത ക്വസ്റ്റ്യൻ, മ്യൂച്വലി എക്സ്ക്ലൂസീവ് പ്രപ്പോസൽ സിഗ്നിഫൈ. ഓപ്ഷൻസ് നോക്കാം. അക്സെപ്റ്റിംഗ് ഓൾ പ്രപ്പോസൽ, ബി റിജക്റ്റിംഗ് ഓൾ പ്രപ്പോസൽ, സി അക്സെപ്റ്റിംഗ് വൺ പ്രപ്പോസൽ ആൻഡ് റിജക്റ്റിംഗ് ഓൾട്ടർനേറ്റീവ് പ്രപ്പോസൽ, ഡി നൺ ഓഫ് ദീസ്. ഒരിക്കൽ കൂടി, ഓപ്ഷൻസ്, എ അക്സെപ്റ്റിംഗ് ഓൾ പ്രപ്പോസൽസ്, ബി റിജക്റ്റിംഗ് ഓൾ പ്രപ്പോസൽ, സി accepting one proposal and rejecting alternative proposal, D none of these. Accepting one proposal and rejecting alternative proposal. Mutually exclusive proposal signifies accepting one proposal and rejecting alternative proposal. The question, beta measure the A investment risk rate, B financial risk, C market risk, D market and finance risk. ക്വസ്റ്റ്യൻ ഇതായിരുന്നു, ബീറ്റ മെഷർ. ഉത്തരം മാർക്കറ്റ് റിസ്ക്. ബീറ്റ മെഷർ ദി മാർക്കറ്റ് റിസ്ക്. അടുത്ത ക്വസ്റ്റ്യൻ, ഇംപ്ലിസിറ്റ് കോസ്റ്റ് എറൈസ് വെൻ. ഓപ്ഷൻസ്, എ there is cash inflow, B the funds are utilized, C the funds are acquired, D none of the above. ഉത്തരം, the funds are utilized. Implicit costs are arise when the funds are utilized.